പാർട്ട് 3 സ്റ്റീഫൻ നെടുമ്പള്ളിയെ ആര് കൊല്ലും? അല്ല, അങ്ങനെയല്ല. എബ്രാഹിം ഖുറേഷിയെ കൊല്ലുന്ന സീന് കാണിച്ചിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 3 എബ്രാഹിം ഖുറേഷി തിരിച്ചു വരുമോ, അതോ സ്റ്റീഫൻ നെടുമ്പള്ളി ആര് കൊല്ലും? എന്തായാലും കൊന്നേ പറ്റും. ആരെ കൊല്ലും? ആര് വില്ലനായിട്ട് വരും? പ്രശ്നം രൂക്ഷമാണ്. നിലവിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പാർട്ട് 3 വരെയാണ്. ആര് വില്ലനാവും? അല്ലെങ്കിൽ രണ്ടിലൊരാൾ മാത്രം കൊല്ലുമോ, ഒരാൾ എസ്കേപ്പ് ആകുമോ? പാർട്ട് 4 കാത്തിരുന്ന് കാണേണ്ടതല്ലേ. കാരണം ഇതൊരു ഇൻഡസ്ട്രി സിനിമ ഒരുക്കിയിരിക്കുകയാണ്. പടം വേൾഡ് വൈഡ് 500 കോടി കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സസ്പെൻസിൽ നിന്ന് സസ്പെൻസിലോട്ട് പോട്ടെ. പക്ഷെ ഇപ്പോഴും പറയുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളിയെ കൊല്ലുമോ, എബ്രാഹിം ഖുറേഷിയെ കൊല്ലുമോ? കാരണം പാർട്ട് 2 എബ്രാഹിം ഖുറേഷിയെ കൊന്നു എന്ന് പ്രൊജക്റ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അയാൾ ലൈനിൽ തന്നെ ഉണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചും വന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം. സ്ക്രിപ്റ്റ് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. പക്ഷെ എങ്ങനെ വന്നാലും പടം അടുത്ത പാർട്ട് 1000 കോടിയിലെത്തണം. അങ്ങനെ എത്തട്ടെ. എല്ലാവിധ ആശംസകളും.